നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് മൂന്നാമത്തെ കപ്പൽ ഇന്ന് രാവിലെ എത്തി. കൊളംബോയിൽ നിന്ന് ഇന്ന് പുലർച്ചെ പുറംകടലിലെത്തിയ നാവിയോസ് ഡെപ്പോ എന്ന കപ്പലാണ് രാവിലെ 7ഓടെ ബർത്തിൽ അടുപ്പിച്ചത്. ആദ്യ കപ്പലിൽ ഇവിടെ എത്തിച്ച കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നതിനാണ് ഈ കപ്പൽ എത്തിയിരിക്കുന്നത്. തുറമുഖത്ത് ശേഷിക്കുന്ന കണ്ടെയ്നറുകളിൽ 863 എണ്ണം നാവിയോസ് ഡെപ്പോയിൽ ലോഡ് ചെയ്യുമെന്നാണ് വിവരം ലഭിക്കുന്നത്. ലോഡിംഗ് പൂർത്തിയാക്കി കപ്പൽ ചെന്നൈയിലേക്ക് എത്തിയിരിക്കും. 261 മീറ്റർ നീളവും 32 മീറ്റർ വീതിയുമുള്ള നാവിയോസ് ഡെപ്പോയിൽ ഫിലിപ്പിയൻ സ്വദേശികളായ 20 പേരാണ് ക്രൂ അംഗങ്ങളായുള്ളത്. ജൂലൈ 11-ാം തീയതിയാണ് ആദ്യ ചരക്കു കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിടുന്നത്. കൂറ്റൻ കപ്പലുകൾക്ക് നങ്കൂരമിടാൻ ഒരു മദർ പോർട്ട് ഇല്ല എന്ന രാജ്യത്തിന്റെ ദശകങ്ങളായുള്ള കാത്തിരിപ്പിനാണ് വിരാമമായതും. കേരളത്തിലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് കണ്ടെയ്നറുകളുമായി സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പ് കപ്പലാണ് ജൂലൈ 11-ന് വിഴിഞ്ഞം തുറമുഖത്തെത്തിയത്. തുറമുഖത്ത് കപ്പലിന് വാട്ടർ സല്യൂട്ട് നൽകിയാണ് സ്വീകരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രിയായ സർബാനന്ദ സോനോവാൾ തുടങ്ങിയവർ പങ്കെടുക്കുന്ന കേരള സർക്കാരിന്റെ ഔദ്യോഗിക സ്വീകരണത്തിന് ശേഷം കപ്പൽ ജൂലൈ 12-ന് തിരികെ കൊളംബോയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. പൊതു സ്വകാര്യ പങ്കാളിത്ത മോഡലിലൂടെ കേന്ദ്ര സർക്കാർ അദാനി ഗ്രൂപ്പുമായി ചേർന്ന് പ്രൊമോട്ട് ചെയ്യുന്ന പ്രധാന മുൻനിര അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ ഒന്നായ 7700 കോടി രൂപയുടെ തുറമുഖ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ 2015 ഡിസംബർ 5-നാണ് ആരംഭിച്ചത്. എന്നിരുന്നാലും 2019-ൽ കമ്മീഷൻ ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന പ്രോജക്ട് പല കാരണങ്ങളാൽ കാലതാമസം നേരിടുകയും നിരവധി സമയപരിധി നഷ്ടമാകുകയും ചെയ്തു. 2024 ഡിസംബറിൽ തുറമുഖത്തിന്റെ പുതുക്കിയ ഷെഡ്യൂൾ കമ്മീഷൻ ചെയ്യുന്നതിന് മുന്നോടിയായി ജൂൺ 12-ന് തുറമുഖത്തിന്റെ ട്രയൽ റൺ ഔദ്യോഗികമായി ആരംഭിക്കും എന്നായിരുന്നു റിപ്പോർട്ടുകളും വ്യക്തമാക്കിയിരുന്നത്. നൂറ്റാണ്ടുകൾക്ക് ശേഷം ലോക സമുദ്ര വ്യാപാര പാതയിലേക്ക് വിഴിഞ്ഞം തുറമുഖം വീണ്ടും മിഴി തുറക്കുന്ന കാഴ്ചയാണ് പിന്നീട് രാജ്യം സാക്ഷ്യം വഹിച്ചത്. ലോകത്തിന്റെ പുരാതന കാലത്തായ രാജാക്കന്മാരുടെ തുറമുഖ നഗരവും സൈനിക കേന്ദ്രവുമായിരുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആധുനിക കാല സാധ്യതകൾ തിരിച്ചറിഞ്ഞും തുറമുഖം വികസിപ്പിക്കുന്നതിന് നടപടികൾ ആരംഭിച്ചതും തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യർ ആയിരുന്നു. എന്നാൽ തുടർന്ന് കേരളം ഭരിച്ച ജനാധിപത്യ സർക്കാരുകൾ പതിറ്റാണ്ടുകളോളമാണ് പദ്ധതി ചവറ്റുകൊട്ടയിലേക്കിട്ടിരുന്നത്. തുറമുഖം യാഥാർത്ഥ്യമായതോടെ അവകാശവാദങ്ങളുമായി ഓരോരുത്തരായി രംഗത്തെത്തിയെങ്കിലും തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് എന്നത് കേരളീയർക്ക് അറിയാവുന്ന കാര്യമാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതോടെയാണ് വിഴിഞ്ഞം പദ്ധതിക്ക് ഒരു പുതുജീവൻ വെച്ചതും. വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കാൻ സംസ്ഥാനത്തിന് താല്പര്യമില്ല എങ്കിലും തമിഴ്നാട്ടിലെ കുളച്ചൽ തുറമുഖം നവീകരണവുമായി മുന്നോട്ട് പോകുമെന്ന കേന്ദ്ര സർക്കാരിന്റെ സന്ദേശമാണ് സംസ്ഥാന സർക്കാരുകളുടെ തണുപ്പൻ നയത്തിന് ഒരു മാറ്റം വരുത്തിയത്. ഇതോടുകൂടി പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഭാരതത്തിലെ പ്രധാന തുറമുഖമായിരുന്ന വിഴിഞ്ഞം തുറമുഖം പൂർവ്വകാല പ്രൗഢിയോടെ സമുദ്ര വ്യാപാരത്തിന്റെ അനന്ത സാധ്യതകളിലേക്ക് ഇപ്പോൾ മിഴി തുറന്നിരിക്കുകയാണ്. അതിന്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതും.